നമ്മുടെ പാരൻസൊക്കെ കോളേജ് എഡ്യൂക്കേഷനെ കാണാൻ തുടങ്ങിയിട്ട് ഏകദേശം 100 വർഷം പിന്നിട്ടു. ഈ റീസെൻ്റ്ലി ഇതിനെ വെല്ലുന്ന രീതിയിൽ ഓൺലൈൻ എഡ്യൂക്കേഷൻ, ഓൺലൈനിൽ ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ കയറി വന്നു. എന്നാൽ ഈ രണ്ട് ടൈപ്പ് എഡ്യൂക്കേഷൻ്റെയും ചില കണക്കുകൾ കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോവും. അതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഓഫ്ലൈൻ എഡ്യൂക്കേഷനിൽ നമ്മൾ സ്പെസിഫിക്കലി പറയുന്ന IT കോഡിംഗ് റിലേറ്റഡുള്ള എഡ്യൂക്കേഷൻ. ഇതിൽ നമ്മുടെ ഓർഡിനറി കോളേജ് സിസ്റ്റത്തിൽ, നമ്മുടെ കോളേജുകളിൽ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്ന കുട്ടികളിൽ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ, നമ്മുടെ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് പോകുന്ന കുട്ടികളിൽ 95% കുട്ടികളും കോഡിംഗ് സ്കില്ലില്ലാതെയാണ് പുറത്തിറങ്ങുന്നത്. അതായത് ഒരു ഇൻഡസ്ട്രിയിൽ, ഒരു കമ്പനിയിൽ കയറിയിട്ട് വർക്ക് ചെയ്യാനുള്ള സ്കില്ലുമായിട്ട് പുറത്തിറങ്ങുന്നത് വെറും 5% ആൾക്കാർ. ഇത് നമ്മൾ മാത്രം പറയുന്നതല്ല, ഒരുപാട് സ്റ്റഡീസ് ഇതിനെ ബേസ് ചെയ്ത് നടക്കുന്നുണ്ട്, ഒരുപാട് ന്യൂസും നമ്മൾ കാണുന്നതാണ്. ഇതൊരു ചെറിയ വിഷയമാണോ? നമുക്ക് 5, 10, 15, 25 അല്ലെ 50% കുട്ടികളുടെ പ്രശ്നമല്ല. 95% നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പോകുന്ന കുട്ടികൾക്ക് കോഡിംഗ് സ്കില്ലില്ലാതെ പുറത്തിറങ്ങുക, അതായത് ഒരു ജോലിയിലോട്ട് കയറാൻ പറ്റുന്നില്ല. 4 വർഷം കളഞ്ഞിട്ടാണ് ഈ കാര്യം നടക്കുന്നത്. ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലെ യൂണിവേഴ്സിറ്റീസും കോളേജും ഗവൺമെന്റുകളും അതുപോലെ ഒരുപാട് ടെക് കമ്മ്യൂണിറ്റീസൊക്കെ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇത്രയും കാലം ശ്രമിച്ചിട്ടും ആ റിസൾട്ടിന് വലിയ മാറ്റമൊന്നുമില്ല. അപ്പോഴാണ് ഇതിന്റെ യഥാർത്ഥ വസ്തുത ഞങ്ങൾ അന്വേഷിക്കുന്നത്. എല്ലാവർക്കും തോന്നുന്ന പോലെ തന്നെ ഞങ്ങൾക്ക് ആദ്യം തോന്നിയത് സിലബസ് ആണ് പ്രശ്നം. സിലബസ് അപ്ഡേറ്റഡ് അല്ല, പഴയ സിലബസ് വെച്ചാൽ പഠിപ്പിക്കണത്, അപ്പോൾ പുതിയ കാര്യങ്ങളൊന്നും കുട്ടികൾക്ക് കിട്ടുന്നില്ല എന്നൊക്കെയായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ സിലബസിനെ കുറിച്ച് യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ, എല്ലാ കാലത്തും സിലബസിന് ഇൻഡസ്ട്രിയുടെ പിന്നാലെ ഓടാനേ പറ്റുള്ളൂ. അതായത് ഒരു പുതിയൊരു ഇൻഡസ്ട്രി, പുതിയൊരു സംഭവം വന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് അത് പ്രൂവണായി നാട്ടുകാരുടെ ഇടയിൽ യൂസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് സിലബസിലോട്ട് ആഡ് ചെയ്യുള്ളൂ. അത് എല്ലാ കാലത്തും അങ്ങനെയാണ്. പക്ഷേ ഇതൊന്നുമല്ല മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ കോളേജുകളിലെ ടീച്ചേഴ്സാണ് പ്രശ്നം. സബ്ജക്റ്റിനോട് യാതൊരു താല്പര്യമില്ലാതെ വരുന്ന ടീച്ചേഴ്സ്, ജസ്റ്റ് ഒരു ജോലി മാത്രം നോക്കി ഒരു സാലറിയുടെ ജോബ് കിട്ടണം, അല്ലെങ്കിൽ ഗവൺമെൻറ് ടീച്ചറൊക്കെ ആവുകയാണെങ്കിൽ പെൻഷൻ കിട്ടുന്നൊരു ജോലി എന്നൊക്കെ പ്രതീക്ഷിച്ച് ടീച്ചിങ് ഫീൽഡിലോട്ട് കടന്നു വരുന്നത്, അല്ലെ സേഫ് ജോബ്, അല്ലെ മാരേജ് നടക്കാൻ വേണ്ടിയിട്ട് നോക്കി നടക്കുന്ന ഒരു സേഫ് ജോബ്, ഇങ്ങനെയൊക്കെ ഒരു രീതിയിലാണ് ടീച്ചിങ് പ്രൊഫഷൻ മാറിയിരിക്കുന്നത്. അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ ബിസിനസ് ആകുമ്പോൾ കോളേജ് മാനേജ്മെൻറ്റ് എന്താ ശ്രമിക്കുക? ഇന്നലെ പഠിച്ചിറങ്ങിയ പിള്ളേരെ കൊണ്ട് പഠിപ്പിക്കാൻ കയറ്റി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കുറഞ്ഞ സാലറിക്ക് അവരെ വർക്ക് ചെയ്യിപ്പിക്കാം. അപ്പോൾ അങ്ങനെ കുറഞ്ഞ സാലറിക്ക് വർക്ക് ചെയ്യുന്ന ക്വാളിറ്റി ഇല്ലാത്ത കുറേ ടീച്ചേഴ്സ്, ഒട്ടുമിക്ക കോളേജിലും ഒരു 70-80% ടീച്ചേഴ്സിൻ്റെ അവസ്ഥ ഇതാണ്. വളരെ കുറഞ്ഞ പെർസെൻറ്റേജ് ടീച്ചേഴ്സ് അല്ലാതെ ഇൻഡസ്ട്രിയിൽ ഇൻട്രസ്റ്റോട് കൂടിയിട്ട് വർക്ക് ചെയ്യുന്ന, പഠിപ്പിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. നിങ്ങളത് അംഗീകരിച്ചാറില്ലെങ്കിലും ഇതാണ് യാഥാർത്ഥ്യം. ഞാൻ ഒരുപാട് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിക്കാനും സെഷൻസ് എടുക്കാനൊക്കെ പോയതാണ്. എനിക്ക് മനസ്സിലായതാണ് ഇതാണ് സിറ്റുവേഷൻ. എന്നാൽ നമ്മൾ പറഞ്ഞ ഓൺലൈൻ എഡ്യൂക്കേഷൻ, ഈ ഓൺലൈൻ എഡ്യൂക്കേഷൻ്റെ പ്രശ്നം എന്താ? ഇതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ, അതായത് നമ്മുടെ ഫോർമൽ കോളേജ് എഡ്യൂക്കേഷനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഓൺലൈൻ എഡ്യൂക്കേഷന് അഡ്വാൻറ്റേജ് കൂടുതലാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നല്ല വേൾഡിലെ ഏത് എക്സ്പേർട്സിനെ നമുക്ക് ഡയറക്റ്റ് ക്ലാസ്സിലോട്ട് കിട്ടും. അതായത് ക്ലാസ് എടുക്കുന്ന ആൾ ഏറ്റവും വലിയ എക്സ്പേർട്ട് ആയിരിക്കും. എന്നാൽ ഇതിന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ഓൺലൈൻ എഡ്യൂക്കേഷന് ഓഫ്ലൈൻ എഡ്യൂക്കേഷനേക്കാളും കൂടുതൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഈ ഇപ്പം പറഞ്ഞ ക്വാളിറ്റി ഇല്ലാത്ത ടീച്ചേഴ്സിൻ്റെ പ്രോബ്ലം ഒക്കെ പരിഹരിക്കുന്ന സ്ഥലമാണ് ഓൺലൈൻ എഡ്യൂക്കേഷൻ. അതായത് അവിടെ നമുക്ക് എക്സ്പേർട്സുകളെ നമ്മളെ വിരൽത്തുമ്പിൽ നമുക്ക് കിട്ടുന്ന കാലമാണ്. ഇന്ന് യൂട്യൂബ് തുറന്നാലോ അല്ലെങ്കിൽ ഒരുപാട് ലേണിംഗ് പ്ലാറ്റ്ഫോമുകൾ എടുത്തു കഴിഞ്ഞാൽ അവിടെയൊക്കെ വേൾഡിലെ എക്സ്പേർട്സാണ് പഠിപ്പിക്കുന്നത്. അത് ചില ടെക്നോളജീസ് കണ്ടുപിടിച്ച ആൾക്കാരനെയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അവരുടെയൊക്കെ ഡയറക്റ്റ് ക്ലാസ് കിട്ടുന്ന കാലമാണ്. ഇതൊരു 10-15 വർഷം മുന്നേ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ പാരൻസിന്റെ തലമുറയിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ സംഭവം ഇല്ല. അവർക്ക് ഒരു കോളേജിലെ ഒരു ലൈബ്രറിയിലെ ഒരു ബുക്ക് എടുത്ത് പഠിച്ചാൽ മാത്രമേ ഒരു നോളജ് കിട്ടുള്ളായിരുന്നു. ഇന്ന് അതല്ല കാലം. ഇന്ന് നമുക്ക് ഏതൊരു എക്സ്പേർട്സിന്റെ കണ്ടന്റും നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ വിരൽത്തുമ്പിൽ കിട്ടും. അപ്പോൾ ഓഫ്ലൈൻ എഡ്യൂക്കേഷന്റെ ടീച്ചേഴ്സിനേക്കാളും ക്വാളിറ്റി എഡ്യൂക്കേഷൻ, സബ്ജക്ട് ഇൻട്രസ്റ്റോട് കൂടി പഠിപ്പിക്കുന്ന ആൾക്കാർ ഓൺലൈൻ എഡ്യൂക്കേഷനിലുള്ളത്. അപ്പോൾ പിന്നെ ഓൺലൈൻ എഡ്യൂക്കേഷൻ പോരാന്ന് ചോദിക്കും. അവിടെയാണ് അടുത്തൊരു ഫാക്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതെന്താണെന്ന് വെച്ചാൽ, ഓൺലൈൻ എഡ്യൂക്കേഷന് കോഴ്സ് എൻറോൾ ചെയ്യുന്ന, അതായത് ഓൺലൈൻ ഒരു കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർ വെറും 5% അല്ലെങ്കിൽ 4% ആൾക്കാരൊക്കെ എന്ത് ചെയ്യുന്നുള്ളൂ, ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നുള്ളൂ. ഈ കണക്ക് ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഒരു സത്യമാണ്. ഇപ്പം നമ്മുടെ കേസിലാണെങ്കിൽ പോലും ഞാൻ ആലോചിക്കുമ്പോൾ ശരിയാണ്, ഒരുപാട് കോഴ്സ് ഞാൻ യൂഡമിയിലും ഉഡാസിറ്റിയിലും കോഴ്സറയിലും EDXലൊക്കെ എൻറോൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് ആഗ്രഹം കൊണ്ട് 1-2 വീഡിയോസ് വാച്ച് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഇങ്ങനെ ഒരുപാട് സബ്ജക്റ്റ് പഠിക്കാൻ ആഗ്രഹിക്കുകയും എന്നാൽ ഇതൊന്നും കംപ്ലീറ്റ് ചെയ്യാത്ത ആൾക്കാരായിരിക്കും ഒട്ടുമിക്കതും. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്നുള്ളതാണ് ഞങ്ങൾ അടുത്ത് ആലോചിച്ചത്. അതായത് ഓൺലൈൻ എഡ്യൂക്കേഷന് ഇത്രയും എക്സ്പേർട്സിൻ്റെ കണ്ടന്റ് എന്തുകൊണ്ട് ആരും കംപ്ലീറ്റ് ചെയ്യുന്നില്ല? അവിടെയാണ് വേറൊരു വലിയ കാര്യം മനസ്സിലാക്കേണ്ടത്. നമുക്കിപ്പോഴും ഒന്നാമത്, അതായത് ഒരു ഫിസിക്കൽ സ്പേസിൽ പോയുള്ള ഒരു എഡ്യൂക്കേഷനാണ് പ്രൈമറി ആയിട്ട് നമ്മൾ കാണുന്നത്, അതായത് കോളേജിൽ പോകുന്ന എഡ്യൂക്കേഷൻ. ഓൺലൈനിലെ എഡ്യൂക്കേഷൻ ഇപ്പോഴും നമുക്ക് സെക്കൻഡറി ആണ്. അതൊരു യാഥാർത്ഥ്യമാണ്. അതായത് നമ്മളൊരു ഓൺലൈൻ കോഴ്സ് എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ജസ്റ്റ് ആ വിൻഡോ ഒന്ന് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓൺലൈൻ കോഴ്സ് എൻ്റെ ആയി.
പക്ഷേ വേറൊരു കാര്യം ആലോചിച്ച് നോക്കിയേ, നമ്മളൊരു ഫിസിക്കൽ ഒരു കോളേജ് എഡ്യൂക്കേഷനിലോട്ട് പോവുകയാണ്, നമ്മളൊരു മാസം കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കലി നമ്മുടെ നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും ചുറ്റും ചോദിച്ചുകൊണ്ടിരിക്കും, എന്ത് പറ്റിയടാ, ക്ലാസ്സിൽ നിന്ന് പറഞ്ഞു വിട്ടോ, പോകുന്നില്ലേ, എല്ലാവരും അറിയും. ഇതൊരു വലിയൊരു ഫിയറാണ്. ഇതൊക്കെ കൊണ്ടാണ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എല്ലാവരും കംപ്ലീറ്റ് ചെയ്യും. ക്വാളിറ്റി ഇല്ലാത്ത എഡ്യൂക്കേഷൻ ആണെങ്കിൽ പോലും എല്ലാവരും കംപ്ലീറ്റ് ചെയ്യും. എന്നാൽ ഓൺലൈനിൽ ക്വാളിറ്റിയുള്ള എക്സ്പേർട്സ് പഠിപ്പിക്കുന്നുണ്ട്, ഇതാരും കംപ്ലീറ്റ് ചെയ്യും. അതുമാത്രമല്ല പിയർ പ്രഷർ, അതായത് കൂടെ കുറേ ആൾക്കാർ പഠിക്കാനോ ആ വർക്കിന് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളും ഇൻട്രസ്റ്റോടെ ആ കാര്യങ്ങൾ ചെയ്യും. പക്ഷേ ആരും കൂടെ പഠിക്കുകയല്ല, നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് മനുഷ്യനുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയി പെട്ടെന്ന് വീട്ടിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ വീട്ടിൽ ഓരോ കാര്യങ്ങളിലോട്ട് പോവുക, അല്ലെങ്കിൽ ഫ്രണ്ട്സ് വിളിക്കുമ്പോൾ അങ്ങോട്ട് പോവുക. പക്ഷെ നമ്മൾ ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ ഒരു ഡെഡിക്കേറ്റഡ് ഒരു സംഭവത്തിന് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? അവിടെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് ഫിനിഷ് ചെയ്യും. പക്ഷെ ഓൺലൈൻ എഡ്യൂക്കേഷൻ നമ്മൾ എന്ത് ചെയ്യും? ഇതുപോലെ ഡിസ്ട്രാക്ഷൻ കൊണ്ടോ, അതായത് പിയർ പ്രഷർ ഇല്ലാത്തതോ അല്ലെങ്കിൽ സോഷ്യൽ പ്രഷർ ഇല്ലാത്തതുകൊണ്ടോ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഡ്രോപ്പ് ചെയ്യും. ഇതൊക്കെ കൊണ്ട് തന്നെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി ഇല്ലായ്മ സോൾവ് ചെയ്യാൻ വന്ന ഓൺലൈൻ എഡ്യൂക്കേഷൻ അത് പോസിബിൾ ആക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അതായത് വളരെ കുറഞ്ഞ പേരെ എന്തേ ഉള്ളൂ ആ സെൽഫ് ഇൻട്രസ്റ്റോട് മോട്ടിവേഷനോട് കൂടിയിട്ട് എന്ത് ചെയ്യുള്ളൂ, അത് കംപ്ലീറ്റ് ചെയ്യുള്ളൂ. എന്നാൽ കംപ്ലീറ്റ് ചെയ്യുന്ന ഫോർമൽ എഡ്യൂക്കേഷന് ക്വാളിറ്റി ഇല്ല. ഇവിടെയാണ് ബ്രോക്യാമ്പ് വരുന്നത്. അതായത് ബ്രോക്യാമ്പിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഒരുപാട് പ്രത്യേകതകളുണ്ട്, അതുപോലെ തന്നെ ഓൺലൈൻ എഡ്യൂക്കേഷൻ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിലെ ഏറ്റവും നല്ല ബെനിഫിറ്റ്സുകൾ ആഡ് ചെയ്തുകൊണ്ട് നമ്മളൊരു കമ്പൈൻഡ് ആയിട്ട് പുതിയൊരു എഡ്യൂക്കേഷൻ മോഡലാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. IT ഫീൽഡിൽ ഒരു ജോബ് കിട്ടുക എന്നുള്ളത് നിങ്ങളുടെ ഡിഗ്രിയുടെയോ മാർക്കിൻ്റെയോ ഒന്നും ബേസിസിലല്ല. അവിടെ നിങ്ങൾക്ക് ശരിക്കും നല്ല സ്കില്ല് വേണം. IT ഒരു പ്രൊജക്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ജോലി കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ജോയിൻ ചെയ്യാൻ നിങ്ങളുടെ ഡിഗ്രിയോ മാർക്കോ PG ഇതൊന്നും റെസ്ട്രിക്ഷൻ ഇല്ല. ഇവിടെ വേണ്ടത് മിനിമം ഒരു +2 പാസ്സായ ഒരാൾ, ടെക്നോളജിനോടൊക്കെ കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ട്, അതുപോലെ നമ്മുടെ ബ്രോട്ടോടൈപ്പ് ചാനലിൽ ഓൾറെഡി ഒരു 100K കോഡിംഗ് ചലഞ്ച് സീരീസ് ഉണ്ട്. അതിൽ ബേസിക് കോഡിങ് നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതിലൊരു 5-6 വീഡിയോ വാച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് കോഡിങ് പോസിബിൾ ആണ്, കോഡിങ് നടക്കുമെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടെങ്കിൽ ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഇനി ഇവിടെ ബ്രോക്യാമ്പിൽ ഓൺലൈൻ എഡ്യൂക്കേഷന്റെയും ഓഫ്ലൈൻ എഡ്യൂക്കേഷന്റെയും എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞുതരാം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഓൺലൈൻ എഡ്യൂക്കേഷനിൽ ഇല്ലാത്തതും എന്നാൽ ഓഫ്ലൈൻ എഡ്യൂക്കേഷനിൽ ഉള്ളതുമായിട്ടുള്ള സോഷ്യൽ പ്രഷർ എന്നുള്ളൊരു ഫീച്ചർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ഫിസിക്കൽ സ്പേസിൽ വന്നിരിക്കുന്ന ആൾക്കാർക്ക് ആ ഒരു പ്രോഗ്രാം ഡ്രോപ്പ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് തന്നെ അറിയാം, നമ്മളൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എന്നാണ് ഒരു സെമ്മ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ എല്ലാ ദിവസവും പഠിക്കില്ല. എല്ലാവരും കൂടുതൽ ആൾക്കാരും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എക്സാമിൻ്റെ തലേദിവസം അല്ലെങ്കിൽ 2 ദിവസം മുന്നേ ആ സ്റ്റഡി ലീവ് ടൈമിലായിരിക്കും നമ്മൾ എക്സാമിന് വേണ്ടി പഠിക്കുക. അതായത് അതുവരെ പഠിക്കാത്ത ആൾക്കാരും എക്സാമിന് മുന്നേ പഠിക്കും. അതായത് അവിടുന്ന് പുറത്താക്കപ്പെടുന്നതിൽ അല്ലെങ്കിൽ ഒരു സെം ഔട്ട് അല്ലെങ്കിൽ ഒരു ഇയർ ഔട്ട് എന്നൊക്കെയുള്ള പറയുന്ന കാര്യങ്ങൾ കുട്ടികൾക്ക് എപ്പോഴും ആ ഒരു സോഷ്യൽ പ്രഷർ കൊണ്ട് തന്നെ ഒരു ഫിയർ ഉള്ള കാര്യമാണ്. അതായത് ചുറ്റുപാടുള്ള ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നാണക്കേടാണ്, ഫാമിലിയിൽ നാണക്കേടാണ്, നാട്ടുകാരുടെ ഇടയിൽ നാണക്കേടാണ്. ഈ ഒരു നാണക്കേട് നമ്മൾ പറഞ്ഞു ഓൺലൈൻ കോഴ്സിൽ ഈ ഒരു നാണക്കേടില്ല. എന്തുകൊണ്ടാ? ഒരു വിൻഡോ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ തീർന്നു, വേറെ ആരും അറിയുന്നില്ല. പക്ഷെ നമ്മൾ ഡെയിലി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനത്തിൽ നിന്ന് നമുക്ക് അവിടെ പിറ്റേ ദിവസം മുതൽ പോകാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ നമ്മൾ നാട്ടുകാരുടെ ഇടയിലും വീട്ടുകാരുടെ ഇടയിലും നമ്മുടെ ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ നാണക്കേടാണ് നമുക്ക്. ഈ ഒരു സോഷ്യൽ പ്രഷറാണ് നമ്മളിവിടെ ടെർമിനേഷൻ ഇന്റർവ്യൂവിലൂടെ നമ്മൾ സോൾവ് ചെയ്യണത്. ഫോർ എക്സാമ്പിൾ, ഒരാൾ വന്നിരിക്കുന്നത് ഒരു വെബ് ഡെവലപ്പർ ആവാനാണെന്ന് വിചാരിക്കുക. അവർക്ക് വേണ്ട രീതിയിലുള്ള സിലബസ് എന്ന് വെച്ചാൽ നമ്മൾ ഓരോ വീക്കും എന്ത് ചെയ്യണം എന്നുള്ള പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. ഇതും ഭയങ്കര ഡൈനാമിക് ആണ്. അതായത് എല്ലാവർക്കും ഒരേ സിലബസ് ഒന്നല്ല, എല്ലാവർക്കും ഒരേ സ്കില്ല് അല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, എല്ലാവർക്കും ഒരേ സിലബസ് വെച്ച് പഠിക്കുന്ന മോഡലേ അല്ല. അതായത് വീക്കിലി ഇവർക്ക് ടാസ്ക് കൊടുക്കുകയും വീക്കിൽ ഇത് മോണിറ്റർ ചെയ്യുകയും ചെയ്യും. വീക്കിലി ഓരോ വീക്കും മോണിറ്റർ ചെയ്യുമ്പോൾ ആ ഒരു വീക്കെൻഡ് ഇവർ പറഞ്ഞ കാര്യങ്ങൾ പെർഫോം ചെയ്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ പ്രോഗ്രാം ഒന്ന് പുറത്താണ്. അപ്പൊ ഈ ഒരു ഫിയർ കൊണ്ട് തന്നെ ഈ വീക്കിലിയുള്ള ടാസ്ക് കൊടുക്കുകയും വീക്കിലി ഈ ടാസ്കുകൾ മോണിറ്റർ ചെയ്യുന്നതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും, അവർക്കൊരു ഫിയർ ഉണ്ടാവും. അതായത് ഓരോ വീക്കിലെ ടാസ്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ല ഈ പ്രോഗ്രാം ഒന്ന് ഔട്ടാണ്. നമ്മളൊരു കോളേജ് സിസ്റ്റത്തിലോ അല്ലെങ്കിൽ ഒരു വേറെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് മോഡലൊക്കെ ആണെങ്കിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരു പ്രോഗ്രാം മൊത്തം കഴിഞ്ഞിട്ടായിരിക്കും ഒരു എക്സാം ഉണ്ടാവുക. അപ്പോൾ അതുവരെ ആൾ വർക്കൗട്ട് ചെയ്യുക പഠിക്കുന്നോ ഇല്ല. ഇവിടെ ഓരോ വീക്കും ഇവർക്ക് എന്താണ് ടൈറ്റ് ഷെഡ്യൂൾ ആയിരിക്കും. ഈ ടൈറ്റ് ഷെഡ്യൂൾ അവർ പഠിച്ചേ പറ്റൂ, അല്ലെങ്കിൽ ഈ പ്രോഗ്രാമിൽ നിന്ന് ഔട്ടാണ്. ഒന്നെങ്കിൽ ഈ പ്രോഗ്രാമിലെ അടുത്ത ബാച്ചിലോട്ട് പോകാം, അല്ലെങ്കിൽ ഈ പ്രോഗ്രാം അവസാനിപ്പിക്കാം. ഈ 2 ഓപ്ഷനാണ് അവർക്കുള്ളത്. അപ്പോൾ ഈ ഒരു ടെർമിനേഷൻ എന്നുള്ളത്
ശരിക്കും എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ ഫിസിക്കൽ എഡ്യൂക്കേഷനിലെ എക്സാമിന് പഠിക്കാത്തവൻ വരെ പഠിക്കുന്ന ഒരു ദിവസമാണ് എക്സാമിന്റെ തലേന്ന് നമ്മൾ പറഞ്ഞു. ഈ ഒരു സംഭവം വീക്കിലി ഇവിടെ വർക്കൗട്ട് ആവാം. ആദ്യം ഒരു 2 ആഴ്ച നമുക്കിവിടെ ഒരു ഫുമിഗേഷൻ പീരീഡ് ഉണ്ട്. ഈ ഫുമിഗേഷൻ പീരീഡിൽ നമ്മൾ പറഞ്ഞ പോലെ ബേസിക് കോഡിങ് ഒന്നും കൂടെ പഠിച്ച് സെറ്റ് ചെയ്യാനുള്ള ഒരു സമയം തരും. ആ ഒരു ടോപ്പിക്സിനെ ബേസ് ചെയ്തിട്ട് ഒരു ഫുമിഗേഷൻ ഇന്റർവ്യൂ നടത്തും. ഈ ഫുമിഗേഷൻ ഇന്റർവ്യൂയിലൂടെ ബേസിക് കോഡിങ് പഠിക്കാൻ പറ്റുന്ന ആൾക്കാരെ മാത്രം പ്രോഗ്രാമിലോട്ട് എൻ്റർ ചെയ്യും. അല്ലാത്തവർക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പഠിക്കാനുള്ള അവസരങ്ങളോ അല്ലെങ്കിൽ വേറെ പ്രോഗ്രാമുകൾ നോക്കാനുള്ള അവസരമോ കിട്ടും. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഏതൊരാൾക്ക് ഈ പ്രോഗ്രാമിലോട്ട് വരികയും എന്നാൽ 2 ആഴ്ച കൊണ്ട് തന്നെ നമുക്ക് ഈ പ്രോഗ്രാം നടക്കുമോ ഇല്ലേ, അല്ലെങ്കിൽ IT ഫീൽഡിലോട്ട് എനിക്ക് എൻട്രി ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് 2 ആഴ്ച കൊണ്ട് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. അതൊരു ഭയങ്കര ടൈം സേവ് ചെയ്യുന്ന പ്രോസസ്സും കൂടിയാണ്. നമ്മൾ മറ്റു കോഴ്സുകളൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു കോഴ്സ് പഠിക്കാൻ പോയി ഒരു 6 മാസം കഴിഞ്ഞിട്ട് ഒരു 1 ഇയർ കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് തിരിച്ചറിയാം, അയ്യോ ഇതെന്റെ പ്രോഗ്രാം അല്ല, ഇതല്ല ഞാൻ പഠിക്കേണ്ടത്, വേറെ എന്തെങ്കിലുമാണ് പഠിക്കേണ്ടത് എന്നുള്ളത്. ഇവിടെ 2 ആഴ്ച കൊണ്ട് നിങ്ങൾക്ക് അത് മനസ്സിലാക്കുകയും കണ്ടിന്യൂ ചെയ്യണോ വേണ്ടോ തീരുമാനിക്കാൻ പറ്റുകയും ചെയ്യാണ്. ഇനി ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് സെൽഫ് ലേണിംഗ് എന്നുള്ളത്. സെൽഫ് ലേണിംഗ് എന്തുകൊണ്ടാണ് എടുക്കാൻ കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ നമ്മൾ പറഞ്ഞു ഇപ്പോൾ ഒരു ടീച്ചറെ വെച്ചിട്ടാണ് നമ്മൾ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, നമുക്കിപ്പോൾ IT തന്നെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഡാറ്റാ സയൻസ്, മെഷീൻ ലേണിംഗ്, വെബ് ഡെവലപ്മെന്റ്, മൊബൈൽ ഡെവലപ്മെന്റ്, ആ ലാംഗ്വേജ് ഈ ലാംഗ്വേജ് എന്ന് ഒരുപാട് ലാംഗ്വേജുകളുണ്ട്. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ഓരോ എക്സ്പേർട്സിനെ വെക്കാതെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ നാട്ടിലെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ നാട്ടിലെ കോളേജുകൾ എന്ത് ചെയ്യുന്നു, അതുപോലെ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇന്നലെ പഠിച്ചിറങ്ങിയ ടീച്ചേഴ്സിനെയോ അല്ലെങ്കിൽ ജസ്റ്റ് സബ്ജക്ട് ഇൻട്രസ്റ്റ് ഒന്നുമില്ല ഏതെങ്കിലും ടീച്ചേഴ്സിനെ കൊണ്ടൊക്കെ എന്തെങ്കിലും പഠിപ്പിക്കുന്ന, അതായത് നോട്ട് ജസ്റ്റ് പ്രിപ്പയർ ചെയ്ത് ചുമ്മാ പഠിപ്പിക്കുന്ന കുറച്ച് ടീച്ചേഴ്സിനെ കൊണ്ട് പഠിപ്പിക്കേണ്ടി വരും. എന്തുകൊണ്ടാ വെച്ചാൽ എനിക്ക് ഇത്രയും വലിയ, അതായത് ഇത്രയും ആൾക്കാരെ എക്സ്പേർട്സിനെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എക്സ്പെൻസ് ആണ്. അപ്പോൾ കോസ്റ്റ് കട്ട് ചെയ്യുക എന്നുള്ളതിൽ എഡ്യൂക്കേഷനിൽ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്ന ഇതാണ്, ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും കോളേജുകളിലും സംഭവിക്കുന്ന ഇതാണ്. കോസ്റ്റ് കട്ട് ചെയ്യാൻ ഓരോ സബ്ജക്ട് എക്സ്പെർട്സിനെ നമുക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അത്ര എക്സ്പെൻസീവ് ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ കോസ്റ്റ് കട്ട് ചെയ്യാൻ ഏറ്റവും പറ്റിയത് എക്സ്പെർട്സിനെ മാറ്റിയിട്ട് ഫ്രഷേഴ്സിനെ കൊണ്ട് പഠിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അവിടെ ക്വാളിറ്റി ഓട്ടോമാറ്റിക്കലി കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. എന്തില്? ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ. ഇവിടെ സെൽഫ് ലേണിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് സംഭവിക്കുന്നത്, കുട്ടികൾ പഠിക്കുന്നത് എക്സ്പേർട്സിന്റെ അടുത്ത് നിന്നാണ്. അതെങ്ങനെയാന്നുള്ള സംശയം ഉണ്ടാവും പലർക്കും. നമ്മൾ പറഞ്ഞു ഓൺലൈനിൽ എക്സ്പേർട്സിന് ഒരുപാട് നല്ല കണ്ടന്റ് അവൈലബിൾ ആണ്. നമ്മുടെ നാട്ടിൽ ഇന്ന് നമ്മൾ പഠിക്കാത്തതിന്റെ റീസൺ നമ്മളതിന് ഫുള്ളി എഫേർട്ട് എടുക്കുന്നില്ല എന്നുള്ള പ്രോബ്ലം മാത്രമേ ഉള്ളൂ. അല്ലാതെ സബ്ജക്റ്റ് പഠിക്കാനുള്ള മെറ്റീരിയൽ കിട്ടാഞ്ഞിട്ടോ അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ കണ്ടുപിടിച്ച ആൾക്കാർ തന്നെ വേണമെങ്കിൽ ഇപ്പൊ പഠിപ്പിക്കുന്ന ഒരു അവസ്ഥയുള്ളത്. അപ്പൊ ഇതൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല എന്നുള്ള മാത്രമാണ് നമ്മുടെ നാട്ടിലെ പ്രോബ്ലം. അപ്പൊ ആ ഓൺലൈനിലെ എക്സ്പേർട്സിന്റെ കണ്ടന്റ് ഇവർ സ്വന്തമായിട്ട് റിസർച്ച് എടുത്ത് കണ്ടുപിടിച്ച് ഇംപ്ലിമെന്റ് ചെയ്ത് ട്രൈ ഔട്ട് ചെയ്യുന്ന ഒരു മോഡലാണ്. അതായത് ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന മോഡൽ. അതുകൊണ്ട് തന്നെ ഇവരെ ക്വാളിറ്റി എന്നുള്ളത് നമ്മുടെ നാട്ടിലെ കോളേജുകളോ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലോ ഇന്നലെ പഠിപ്പിച്ച ടീച്ചേഴ്സ് നോട്ട് കൊണ്ടുവന്ന് പഠിപ്പിക്കുന്ന മോഡൽ ആയിരിക്കില്ല. ഇവരെ ക്വാളിറ്റി എന്നുള്ളത് ഇവർ സ്വന്തം റിസർച്ച് നടത്തി പുതിയ സാധനങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത് കണ്ടുപിടിക്കുന്ന മെത്തേഡായിരിക്കും. അവരത് മറക്കുകയില്ല. അപ്പൊ ഈ ഒരു ക്വാളിറ്റി കൊണ്ട് തന്നെ നമുക്കിവിടെ വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സോഫ്റ്റ്വെയർ കമ്പനീസിനെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് ഇതിലും നല്ല പ്രൊഫൈൽ വേറെ കിട്ടാനില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ ഡേ 1 മുതൽ പുതിയൊരു പ്രൊജക്റ്റ് വരെയും ആ പ്രൊജക്റ്റ് ഡിവൈഡ് ചെയ്തെടുത്തിട്ട് അവർ സ്വന്തമായിട്ട് റിസർച്ച് നടത്തി ഇംപ്ലിമെന്റ് ചെയ്ത് കണ്ടുപിടിച്ച് കൊണ്ടുവരാണ് ചെയ്യണത്. ഇതേ സാധനം ഇവിടുത്തെ നമ്മുടെ പ്രോഗ്രാമിലൂടെ കുറച്ചൊരു 6 മാസത്തോളം ഓൾറെഡി വർക്ക്ഔട്ട് ചെയ്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ഓൾറെഡി റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിലൂടെ സെൽഫ് ലേൺഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതിന് നല്ല പ്രൊഫൈല് IT കമ്പനികൾക്ക് വേറെ എവിടെ നിന്ന് കിട്ടും? അടുത്തതാണ് പിയർ പ്രഷർ എന്നുള്ളത്. അതായത് നമ്മൾ പറഞ്ഞു ഓഫ്ലൈൻ എഡ്യൂക്കേഷനിൽ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്, അതായത് ഒരു സ്പേസിൽ വന്നിരിക്കുക എന്നുള്ളത്. അത് തന്നെയാണ് ബ്രോക്യാമ്പിൽ യൂസ് ചെയ്തിട്ടുള്ളൂ. അതായത് കുട്ടി വന്ന് പഠിക്കുന്നത് ഒരു സ്പേസിൽ, ഒരു വർക്ക് സ്റ്റേഷനിൽ വന്നിരുന്ന്, അതായത് ഒരു IT കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുന്ന മോഡലിൽ ഒരു വർക്ക് സ്റ്റേഷനിൽ വന്നിരുന്നിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ ചുറ്റുപാടും ഇവനെ പോലെ ടാസ്കുകൾ കണ്ടിന്യൂ ചെയ്യുകയും അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ ഈ പീർ പ്രഷറിലൂടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവന് മറ്റുള്ളവരുടെ മുന്നിൽ തോൽക്കുക എന്നുള്ളൊരു പേടി ഉണ്ടാവും, മറ്റുള്ളവരുടെ ഈഗോ വരാനുണ്ട്, അല്ലെങ്കിൽ ചലഞ്ച് ചെയ്യണ ഒരു മെന്റാലിറ്റി വരാനുണ്ട്, അതുപോലെ മറ്റുള്ളവരിൽ നിന്ന് ഹെൽപ്പ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്, പിന്നെ മറ്റുള്ളവർ തോൽപ്പിക്കുമ്പോൾ ഒരു ഹാപ്പിനെസ് വരാനുണ്ട്. ഇങ്ങനെ എല്ലാം കൂടി ചേർന്ന ഒരു ഇമോഷൻ സംഭവമാണ് ഈ പീർ പ്രഷർ എന്ന് പറയുന്നത്. അതായത് മറ്റുള്ളവരുടെ മുന്നിൽ നാണം കിടുക, തോൽക്കുക, ഫെയിൽ ആവുക എന്നുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്. അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി ഇത് വർക്ക്ഔട്ട് ആവാണ് ഇവിടെ ഒരു ഫിസിക്കൽ സ്പേസിൽ വന്നിരിക്കുമ്പോൾ. ഇത് ഓൺലൈൻ എഡ്യൂക്കേഷനിൽ ഇല്ല.
എന്തുകൊണ്ടാണ് ഒരു ഓൺലൈൻ കോഴ്സ് ഞാനൊരു എക്സാം അറ്റൻഡ് ചെയ്ത് ഞാൻ മാത്രമേ അറിയുന്നുള്ളൂ, അത് ക്ലോസ് ചെയ്ത് പോയാലും ഞാൻ മാത്രമേ അറിയുന്നുള്ളൂ, അല്ലെ ആ ഓൺലൈൻ കോഴ്സിന് പാരലായിട്ട് അതേ സമയത്ത് കേട്ടുകൊണ്ടിരിക്കുന്നത് വേറെ ഏതോ നാട്ടിലെ ഏതോ ആൾക്കാരാണ്, അവരായിട്ട് നമുക്ക് പരിചയമില്ല, ആ കോഴ്സ് കഴിഞ്ഞാൽ പിന്നെ അവരെ കാണേണ്ട ആവശ്യമില്ല. പക്ഷേ പീർ പ്രഷർ എന്ന് പറഞ്ഞാൽ നമ്മൾ ചുറ്റുപാടുള്ള ആൾക്കാരെ നമ്മൾ തോറ്റാലും നമ്മൾ ഫേസ് ചെയ്യണം. ഇനി ക്വാളിറ്റിയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കോളേജുകളിലോ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലോ ഇന്നലെ പഠിച്ചിറങ്ങിയ ആൾക്കാർ വന്നിട്ട് അവിടെ പഠിക്കുകയും അവിടെ വെരിഫൈ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ക്വാളിറ്റി ഓട്ടോമാറ്റിക്കായിട്ട് കുറയുകയും ചെയ്യാം. എന്നാൽ നമ്മളിവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കുട്ടി പൈത്തൺ ഡെവലപ്പറാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ പൈത്തണിൽ ഓൾറെഡി വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് മിനിമം ഒരു 3 years എങ്കിലും വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ഡെവലപ്പേഴ്സ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഇവരെ റിവ്യൂ ചെയ്യുന്നത്. ഇപ്പൊ വീക്കിലി ഇങ്ങനെയുള്ള എക്സ്പേർട്സ് ഇവരെ റിവ്യൂ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവരെ ക്വാളിറ്റി ഭയങ്കര ലെവലിൽ കൂടുകയാണ് ചെയ്യുന്നത്. അതായത് ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡിനനുസരിച്ചുള്ള റിവ്യൂ ആയിരിക്കും ഇവർക്ക് വരുന്നത്. ഒരു കമ്പനിയിൽ എങ്ങനെയാണോ ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ നടത്തുന്നത് അല്ലെങ്കിൽ ഒരു മെഷീൻ ടെസ്റ്റ് നടത്തുന്നത് അതുപോലുള്ള ഇന്റർവ്യൂ വീക്കിലി ഇവർക്ക് കിട്ടുകയാണ്. അപ്പോൾ 6 മാസത്തെ പ്രോഗ്രാമിൽ എല്ലാ വീക്കായി 24 വീക്സിലും ഇവർ ഇങ്ങനത്തെ ഇൻഡസ്ട്രിയൽ എക്സ്പേർട്സിന്റെ അടുത്ത് നിന്നുള്ള ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുമ്പോൾ അതിലും വലിയ ക്വാളിറ്റി വേറെ വരാനില്ല. ഇത് മാത്രമല്ല, ഈ എക്സ്പേർട്സിനോട് അടുത്ത വീക്ക് എന്ത് പഠിക്കണം അല്ലെങ്കിൽ എങ്ങനെ പഠിക്കണം അവന്റെ ക്വാളിറ്റീസ് ഡിസ്കസ് ചെയ്യാനും അവൻ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിന്റെ മുകളിൽ ഇനി എന്ത് ബിൽഡ് ചെയ്യണം എന്നുള്ളത് പറഞ്ഞു കൊടുത്ത് ഹെൽപ്പ് ചെയ്യാണ് ചെയ്യണത്. അതിന് പുറമെ എല്ലാ കുട്ടികൾക്കും ഒരേ സ്കില്ലാണോ നമ്മുടെ നാട്ടിലുള്ള? അല്ല. ഈ IT പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തന്നെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ ആവാൻ വേണ്ടി പഠിക്കുന്ന ഒരു കുട്ടി തന്നെ ചിലപ്പോൾ ഓൾറെഡി ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് ഓൾറെഡി ബേസിക് പഠിച്ച ഒരാളുണ്ടായിരിക്കാം, ചിലപ്പോൾ ഇതുവരെ ഫുൾ സ്റ്റാക്ക് തൊടാത്ത ഒരാളുണ്ടായിരിക്കാം. ഇപ്പൊ രണ്ടുപേർക്കും ഒരേ സിലബസ് കൊടുക്കുകയാണോ വേണ്ടത്? നമ്മുടെ നാട്ടിലെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും കോളേജുകളിലും ഇതാണ് സംഭവിക്കുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഇപ്പോൾ ഓൾറെഡി ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് ബേസിക്സ് ഒക്കെ യൂട്യൂബ് കണ്ട് പഠിച്ച ആൾക്കാർ ചിലപ്പോൾ വരാറുണ്ട്. അവർക്ക് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആദ്യമേ പ്രൊജക്റ്റും കാര്യങ്ങളും കൊടുത്തിട്ട് എത്രയും പെട്ടെന്ന് ജോബിലോട്ട് കയറ്റാൻ നോക്കും. മറ്റുള്ളവർക്കോ ചിലപ്പോൾ ഒരു 6 മാസം എടുത്ത് പഠിക്കേണ്ടി വരും. ഇപ്പൊ പല രീതിയിലായിരിക്കും ഇവിടുത്തെ സിലബസും ഇവിടുത്തെ ടാസ്കുകളും പോകുന്നത്. നമ്മൾ പറഞ്ഞ ഓൺലൈൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന ആൾക്കാർ 5% ആണെന്നും അതേപോലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നവർ 95 ഉണ്ടെങ്കിൽ പോലും 5% ആൾക്കാരാണ് ക്വാളിറ്റി ആയിട്ട് ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പുറത്തിറങ്ങുന്നത്. നമ്മുടെ ബ്രോക്യാമ്പിലെ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യുന്നത് 60 to 70% സ്റ്റുഡൻസ് ആണ്. ഈ 60 to 70% സ്റ്റുഡൻസ് കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പോലെ ഒരു സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്ന മോഡലല്ല. ഈ 60 to 70% സ്റ്റുഡൻസും പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്ത് ജോബിലോട്ട് എൻട്രി ചെയ്യാണ് ചെയ്യണത്. ഈ 60 to 70 എന്ന് പറയുന്നത് ബാച്ചിലോട്ട് വരികയും ചിലപ്പോൾ ടെർമിനേഷൻ കിട്ടുകയും വീണ്ടും പഠിക്കുകയും ഇങ്ങനെയൊക്കെ പഠിച്ചു വരുന്ന മൊത്തം ആൾക്കാരെ, അതായത് ഒരു ബാച്ചിലോട്ട് വരുന്നതിന് റിപ്പീറ്റ് ചെയ്ത് പഠിച്ചിട്ടാണെങ്കിൽ പോലും ഈ 60 to 70 അക്കംപ്ലിഷ് ചെയ്യുന്ന ആൾക്കാരാണ്. ഏത് അളവ് പോലെ വെച്ച് നോക്കിയാലും ഇതിലും നല്ലൊരു പ്രോഗ്രാം നമുക്ക് ഓൺലൈൻ എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ ഓഫ്ലൈൻ എഡ്യൂക്കേഷനോ കണ്ടെത്താൻ പറ്റും. പേയ്മെന്റ് ആണെങ്കിലോ പഠിക്കുന്ന സ്റ്റുഡൻസിന് ജോബ് കിട്ടിയാലാണ് നമുക്ക് പേയ്മെന്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ പഠിക്കാൻ വരുന്ന ഓരോ കുട്ടിയുടെ ജോബ് കിട്ടുക എന്നുള്ളതും എന്നാൽ അവർക്ക് ഹൈ സാലറി ആവാണെന്നുള്ളതും നമ്മുടെ ബ്രോക്യാമ്പിന്റെ ആവശ്യമാണ്. ഒരു കാര്യം കൂടി ക്ലിയർ ആക്കി തരാം, ഇതൊരു എക്സ്പെൻസീവായ പ്രോഗ്രാമാണ്. പലരും വിചാരിച്ചിരിക്കുന്നത് ഇത് അപ്ഫ്രണ്ട് പേയ്മെന്റ് ഇല്ലല്ലോ, ഇത് വളരെ കുറഞ്ഞ ചെലവിൽ പഠിക്കാൻ പറ്റിയ പ്രോഗ്രാമാണെന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. എന്നാൽ അവർ മനസ്സിലാക്കേണ്ടത് എക്സ്പെൻസീവായ പ്രോഗ്രാമാണ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ജോബ് എന്നുള്ളൊരു ആവശ്യം മാത്രമായിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതിനൊന്നും ആവശ്യമില്ല. നമ്മുടെ ചാനലിലെ വീഡിയോസ് കണ്ട് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ജോബിലോട്ട് കയറാം. അല്ല, നമ്മുടെ നാട്ടിലും കുറഞ്ഞ പൈസയ്ക്ക് പഠിപ്പിക്കുന്ന ഒരുപാട് കോഴ്സുകളുണ്ട്. അവിടെ നിങ്ങൾ ചിലപ്പോൾ 2 മണിക്കൂർ പോലും സ്പെൻഡ് ചെയ്താൽ മതി ഒരു ഡേയിൽ. അങ്ങനെ തന്നെ നിങ്ങൾക്ക് ജോബ് കിട്ടുന്ന ഒരുപാട് പ്രോഗ്രാമുകൾ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ലൈഫിലെ ടോട്ടലി ചേഞ്ച് ആവുന്ന പ്രോഗ്രാമാണ്. അതായത് ഇവിടെ വരുന്ന സ്റ്റുഡൻസിന് ആൾക്കാരോട് സംസാരിക്കുന്ന കാര്യം, ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ പ്രസന്റേഷൻ സ്കില്ലുകൾ സെറ്റ് ചെയ്യുക, അതേപോലെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യുക. IT കമ്പനികളിൽ ജോബിലോട്ട് കയറുമ്പോൾ എന്തായാലും ഇന്റർവ്യൂസ് ഇംഗ്ലീഷിലായിരിക്കും. അപ്പോൾ ഇംഗ്ലീഷ് ഡെയിലി ഇമ്പ്രൂവ് ചെയ്യാനുള്ള ട്രെയിനിങ്, അതുപോലെ ഇവരുടെ ടോട്ടലി അപ്പിയറൻസ് മറ്റു കാര്യങ്ങളൊക്കെ ഇവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കുക. അതുപോലെ മുൻകൂട്ടി ഒരു IT കമ്പനിയുടെ എൻവയോൺമെന്റ് പരിശീലിക്കുക. പിന്നെ അതുപോലുള്ള വർക്ക് സെൽഫ് ലേൺഡ് ആയിട്ട് റിസർച്ചായിട്ട് പഠിച്ചെടുക്കുക. അങ്ങനെ ലൈഫിൽ ചേഞ്ച് വരുത്താൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കുള്ള പ്രോഗ്രാമാണിത്. അതായത് ഒരു ചെറിയ ജോബിലോട്ട് എൻട്രി ചെയ്യുക എന്നുള്ളതല്ല, ലൈഫിൽ ഇന്നേ വരെ എടുക്കാത്തൊരു എഫേർട്ട് എടുത്തിട്ട് ലൈഫിൽ നല്ലൊരു ചേഞ്ച് ഉണ്ടാക്കിയിട്ട് ഹൈലി സക്സസ്ഫുൾ ആയിട്ട് മാറാനുള്ള ഒരു ലാസ്റ്റ് റിസോർട്ടാണ്. അതായത് ഏതൊരു രീതിയിൽ ഇതുവരെ ഫെയിലിയർ സംഭവിച്ച ആൾക്കാർക്കും വന്ന് രക്ഷപ്പെടാനുള്ള ലാസ്റ്റ് റിസോർട്ടാണ് ബ്രോക്യാമ്പ്.